ഈ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് പാലഭിഷേകവും പാൽപ്പായസമാണ് ഞാൻ നടത്താറ്. പിന്നെ ഹിഡുംബസ്വാമിക്ക് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ഹിഡുംബ പൂജ വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാനത് നടത്തിയിട്ടുള്ളതാണ്. നടത്തുമ്പോൾ 3 പ്രാവശ്യം അടുപ്പിച്ച് ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. ഞാനത് ചെയ്തിട്ടുള്ളതാണ്. നിത്യം വന്ന് തൊഴുന്ന ഒരു ഭക്തനാണ്. ഒരു കാരണവശാലും ഇവിടെ വരാതിരിക്കില്ല. ഇവിടുത്തെ ക്ഷേത്രമായി ഭഗവാനെ നമുക്ക് അത്ര വിശ്വാസമാണ്. നമ്മൾ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് നടന്നിരിക്കും. അപ്പോൾ നമ്മുടെ അനുഭവമാണ് നമ്മൾ പറയണത്. ഭഗവാനോടുള്ള ഒരു ഇതിൽ ഇതിലും എല്ലാ ദിവസവും വരുന്നതാണ്. പക്ഷെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിൽ ഇന്ന കാര്യം നടത്തണമെന്നുള്ള രീതിയിൽ വരാറില്ല. അങ്ങനെ ഞാൻ ഇന്നുവരെയും ചിന്തിച്ചിട്ടില്ല. എനിക്ക് ഇന്നത് നടത്തി തന്നെ ഒന്നും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലിങ്ങനെ വേണമെന്ന് അങ്ങനെ ചിന്തിച്ച് ഞാൻ വരാറില്ല. ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഗുണമുണ്ടാകും. നമുക്ക് യാതൊരു തടസ്സങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഇപ്പോൾ എനിക്കിങ്ങനെ നേട്ടം ഉണ്ടാകണമെന്നും പറഞ്ഞ് ഞാൻ ഇതുവരെയും ഭഗവാന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മളങ്ങനെ എല്ലാ ദിവസവും തൊഴുതു പോകണം. നമുക്ക് ഇതുവരെ ഒരു കാര്യത്തിലൊരു തടസ്സങ്ങൾ വന്നിട്ടില്ല. പിന്നെ ഞാൻ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്ന ഈ വിളക്കാണ്. ആ വിളക്ക് ശ്രീകോവിലിൻ്റെ അകത്ത് ഭംഗിയായിട്ട് ഇവരത് കത്തിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ശ്രീകോവിലിനകത്ത് ഭഗവാന്റെ മുമ്പിലിരിക്കുന്ന ആ വിളക്കിൻ്റെ ആ ഒരു പ്രഭ അതുണ്ടോ എന്നാണ് ഞാൻ ശ്രദ്ധിക്കാറ്. അതിവിടെ അതുണ്ട്. ഭഗവാനും നല്ല ഐശ്വര്യമായിട്ടിരിക്കണ്. ഇനിയും അങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ക്ഷേത്ര